അസ്സലാമു അലൈക്കും. വളരെ വേദനിക്കുന്നൊരു വാർത്തയാണെന്ന് രാവിലെ അറിയാൻ കഴിഞ്ഞത്. ഒരുപാട് നല്ല പ്രഭാഷണങ്ങളിലൂടെ സുന്നി കൈരളിയുടെ അഭിമാനമായിരുന്ന ഹാഫിദ് മസ്ഊദ് സഖാഫി എന്നു പേരുള്ള വലിയൊരു ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ ഒരു മരണവാർത്ത ഇതാ കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് അദ്ദേഹത്തിൻ്റെ ഖബറടക്കം കഴിഞ്ഞത്. ആയിരക്കണക്കിന് ആളുകളാണ് ഒരു 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 നിമിഷത്തിന് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവസാനമായിട്ടൊരു നോക്ക് കാണാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തിയത്. اللهم نور قبره بنور القرآن وزين قبره بزينة القرآن وعظم قبره بعظمة القرآن وشرف قبره بشرف القرآن اللهم ألبسه من لباس الجنة وأفرشه من فراش الجنة. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. ഒരുപാട് പേരുടെ പ്രാർത്ഥനകളും തഹ്ലീലുകളും അതേപോലെ ഖുർആൻ പാരായണവും അദ്ദേഹത്തിന് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ ആ പ്രിയപ്പെട്ട ഉസ്താദിനെ അറിയാം. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ 2-3 തവണ ഞാൻ ഫേസ്ബുക്ക് വഴിയാണ് കണ്ടത്. ആ ഒരു മൈലാഞ്ചി ചുവപ്പുള്ള അതിസുന്ദരമായ ചിരിയുള്ള ആ ഒരു ഉസ്താദ്, അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു പ്രത്യേകത അറിവ്, ആത്മാർത്ഥത, വിനയം, ആകർഷണീയ പ്രഭാഷണ ശൈലി എന്നിവയെല്ലാം കൊണ്ടും വിശ്വാസി ഹൃദയങ്ങളിൽ സ്ഥാനം നേടിയ ഒരു അനുഗ്രഹീത പ്രഭാഷകനായിരുന്ന ഉസ്താദ്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗത്തിൽ ഉന്നതമായ പദവി കൊടുത്ത് അള്ളാഹു അലങ്കരിക്കട്ടെ. മരിക്കാനുള്ളവരാണെന്നൊരു ചിന്ത ഓരോ അമലുകളിലും, നമ്മുടെ മനസ്സിലും, നമ്മുടെ ശരീരത്തിലും, നമ്മുടെ വാക്കിലും, നമ്മുടെ പ്രവൃത്തിയിലും വെളിവാകണം. എപ്പോഴും ആകാമല്ലോ മരണം. അതിനൊരു ഡേറ്റ് തന്നെ അള്ളാഹു നിശ്ചയിച്ച് തന്നിട്ടില്ലല്ലോ. റബ്ബിന്റെ അടുക്കലുണ്ടല്ലോ അതിന്റെ ഖളാ. അള്ളാഹു എപ്പോഴാണെങ്കിലും നമുക്കത് ഖൈറാക്കി തരട്ടെ. എപ്പോഴാണെങ്കിലും വിടവാങ്ങണം. വിടവാങ്ങുന്നതിന്റെ മുമ്പ് ചെയ്യുന്ന ചെറുതും വലുതുമായ കർമ്മങ്ങൾ കുറ്റമറ്റ രീതിയിലാക്കി തീർക്കാൻ കഴിവിന്റെ പരമാവധി മുത്തഖിയായ നിലക്ക് നല്ല ഇൽമു നേടിക്കൊണ്ട് ഒരുപാട് സുഹൃതങ്ങളുമായി നമ്മുടെ ജീവിതം മുന്നോട്ട് നീക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ എൻ്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു. ഓ പ്രിയപ്പെട്ട സഹോദരിമാരെ, മുത്തഖീങ്ങളായി നമ്മൾ ജീവിച്ച് പിരിയുമ്പോ, മുത്തഖീങ്ങളായി പിരിഞ്ഞെങ്കിലേ ആഖിറത്തിലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വലിയ കണക്ഷൻ നമുക്കുണ്ടാവുകയുള്ളൂ. വിട പറഞ്ഞ ഹാഫിദ് മസ്ഊദ് സഖാഫി ഗൂഡല്ലൂർ, അദ്ദേഹം ജന്മം കൊണ്ട് ഗൂഡല്ലൂർക്കാരനാണ്. ഇപ്പോൾ പക്ഷേ കർമ്മം കൊണ്ട് മലപ്പുറം ജില്ലക്കാരനാണ്. മനസ്സിനെ സ്പർശിക്കുന്ന, ഹൃദയം കൊണ്ട് സംസാരിച്ചൊരു പ്രഭാഷകനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ നമ്മളറിയാതെ കൊതിച്ചു പോകും. ഒന്ന് ആ രീതിയിലൊന്നും മരണപ്പെട്ടിരുന്നെങ്കിൽ. അള്ളാഹു അദ്ദേഹത്തിന് റമദാനിൻ്റെ പവിത്രതയെ ആഗ്രഹിക്കുന്നൊരു നിമിഷം. അതിന് മുൻപായിട്ടാണ്, ആഴ്ചകൾക്ക് മുൻപായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മരണം. ഇതാ അടുത്ത ദിവസം അദ്ദേഹം കാസർഗോഡ് ഭാഗത്തൊരു മജ്ലിസിൽ പ്രസംഗിക്കാനേറ്റതായിരുന്നു. ഒരു പ്രസംഗം കഴിഞ്ഞ് വരുന്ന വഴിയിൽ സുഖമില്ലാതായി, അപസ്മാരത്തിൻ്റെ രോഗമുള്ള ഒരാളാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെങ്കിലും അറ്റാക്കായിട്ട് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതേപോലെ ഹൃദയത്തിന് തറക്കുന്ന വാക്കുകളാണ്. സാധാരണ പല പ്രഭാഷണങ്ങളുണ്ട് ചെവിക്ക് അലങ്കാരങ്ങളാണ്. ആരുടെയെങ്കിലും കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ആരെയെങ്കിലും മനസ്സുകൊണ്ട് വേദനിപ്പിച്ചിട്ടോ പ്രഭാഷണം നടത്തുന്ന പ്രഭാഷകരുള്ള ഒരു കാലമാണ്. ആ കാലത്താണ് ഹൃദയത്തിലേക്ക് ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഒരു ഉസ്താദ്. അതാണ് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടപ്പോൾ തോന്നിയത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണങ്ങളും ഞാൻ യൂട്യൂബ് വഴി കേട്ടിട്ടില്ല. ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ പലപ്പോഴും കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഇത്രയും സുന്ദരമായിട്ട് ചിരിക്കുന്ന, മനോഹരമായ ഒരു പുഞ്ചിരി ഒളിപ്പിച്ച ഒരു പ്രഭാഷകൻ ആരാണ്? നമ്മുടെ വീഡിയോ കാണുന്ന പലരും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ പലപ്പോഴായിട്ട് കേട്ട ആളുകളുണ്ടാവും. ഇൻഷാ അല്ലാഹ് നേരിൽ കണ്ട ആളുകളുണ്ടെങ്കിൽ ആ അനുഭവങ്ങളൊന്ന് പങ്കുവെക്കണം.
അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണ ശൈലി എന്ന് പറഞ്ഞാൽ ആരെയും പിടിച്ചിരുത്തുന്ന ഒരു പ്രഭാഷണ ശൈലിയാണ്. എന്ത് സബ്ജക്റ്റാണോ പറയുന്നതെങ്കിൽ അതിൽ ആ വിഷയത്തിൽ ഒതുങ്ങിക്കൊണ്ട് സംസാരിക്കുന്ന, കേൾവിക്കാരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു ആറ്റിക്കുറുക്കിയെടുത്ത വാക്കുകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണ ശൈലി. നന്മയും ചെറുതായി കാണരുത്. പ്രസന്ന മുഖത്തോടെ നിന്റെ സഹോദരനെ അഭിമുഖീകരിക്കലാണെങ്കിലും അതിനും വരെ വലിയ കൂലിയുണ്ട്. നിന്റെ സുഹൃത്തിനെ കാണുമ്പോ ഒരു പുഞ്ചിരി തൂക മുഖത്തോടെ അവനെ സമീപിക്കണം. നീ എത്ര ടെൻഷനിലാണെങ്കിലും മറ്റൊരാൾക്ക് വിഷമമുണ്ടാകണ്ടെന്ന് കരുതിയിട്ട് ഒന്ന് പുഞ്ചിരി തൂകി കൊടുക്കണം. അതിന് വരെ വലിയ സന്തോഷമുള്ള അമലല്ലേ. മറ്റൊരാൾക്ക് നിന്നെ കണ്ടുള്ളൊരു സന്തോഷമുണ്ടായില്ലേ, വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കി തരും. വലിയ വേശ്യാവൃത്തി ചെയ്തൊരു മനുഷ്യന് വിശന്ന് വലഞ്ഞ് മണ്ണ് തിന്നുന്ന നായക്ക് തന്റെ ഹുഫൂരിയിട്ട് വെള്ളം കൊടുത്തപ്പോ ദോഷം പുറത്തു കൊടുത്ത് അല്ലാഹു സ്വർഗം നൽകിയില്ലേ. ചെറിയ ഒരു സുഹൃതമാണെന്ന് കരുതിയിട്ട് തള്ളിക്കളയാമോ? ഇല്ലേ, ഇല്ല. വിശേഷിച്ചും സുഹൃതങ്ങൾക്ക് വലിയ പെരുമഴ ലഭിക്കുന്ന, കൂലി ലഭിക്കുന്ന റമദാൻ മുന്നിൽ വരുമ്പോ ഒരു ചെറിയ അമല് പോലും വെറുതെ ആക്കണ്ട. അതേപോലെ ആ മൈലാഞ്ചി ചോപ്പ് തേച്ച താടിരോമങ്ങൾക്ക് ഇടയിൽ നിന്നും മുത്ത് ചിതറിയതുപോലെയുള്ള നല്ല ചന്തമുള്ള ചിരിയും സംസാരവുമായിരുന്നു മസ്ഊദ് സഖാഫിയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഞാൻ എപ്പോഴും ആലോചിക്കും, ഇത്രയും നമ്മൾ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും അതിനിടയിലും കാണാം ആ മനുഷ്യൻ്റെ കണ്ണുകൾ നിറയുമ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നെന്ന്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഓരോ വേദികളിലും മദീനയിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന പ്രഭാഷണങ്ങൾ, ആ നീട്ടിപ്പറയുന്നൊരു ശൈലി, സത്യം പറഞ്ഞാൽ വയലുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്രഭാഷണം ഉസ്താദിൻ്റേതായിരുന്നു. എത്ര മണിക്കൂറുകൾ നീളുന്ന വയലുകളാണെങ്കിലും ശ്രോതാക്കൾ ഒരേ ഇരുപ്പിൽ അതിങ്ങനെ കേട്ടുപോകുന്നൊരു ശൈലി. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മസ്ഊദ് സഖാഫിയുടെ പ്രഭാഷണം കേൾക്കാൻ ഒരുപാട് ആളുകൾ എത്തുമായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു പ്രഭാഷണങ്ങളും ഞാൻ കേട്ടിട്ടില്ല. നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ട ആളുകളുണ്ടെങ്കിൽ ഒന്ന് താഴെ ആ ഒരു വിഷയം കമൻറ്റ് ചെയ്യണം. ഇസ്ലാമിക വിശ്വാസങ്ങളും ആദർശവും ഒക്കെ പറയുന്നിടത്ത് ഒരാളുടെയും മുഖം നോക്കില്ല, പക്ഷെ ആരുടെയും വേദനിപ്പിക്കാനും തയ്യാറല്ല, ഒരാളെയും പേഴ്സണലായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നൊരു പ്രഭാഷണമല്ല. ഒരു തർക്കത്തിനും നിൽക്കാതെ ഇത്രയും നല്ല മനോഹരമായിട്ട് ഇസ്ലാമിനെ അഡ്രസ്സ് ചെയ്യുന്നൊരു പ്രഭാഷകനായിരുന്നു അദ്ദേഹം. പറയേണ്ടത് പറയും. ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കുവാനും ജീവിതകാലം മുഴുവനും ഖുർആന് ഒരു പ്രമേയമാക്കി പ്രഭാഷണ അധ്യാപന രംഗങ്ങളിൽ തിളങ്ങി നിൽക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മസ്ഊദ് സഖാഫിയുടെ പ്രധാന ഉസ്താദുമാരിൽ ഒരാളാണ് മുമ്പ് അന്തരിച്ചു പോയ കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ എന്നു പേരുള്ള വലിയൊരു ഉസ്താദ്. അദ്ദേഹം ഇടയ്ക്കിടെ പറയൂത്രേ, ഹാഫിദ് ആവുകയാണെങ്കിൽ എൻ്റെ മസ്ഊദിനെ പോലെ ആവണം എന്നുള്ളത്. കാരണം ഏത് ഉറക്കത്തിൽ വിളിച്ച് ഓതാൻ പറഞ്ഞാലും ഒരു ഹർഫ് തെറ്റാതെ പോലും ഓതാൻ കഴിയുമായിരുന്നു എന്നുള്ളത്. ഇത് അന്വർത്ഥമാക്കുന്ന രീതിയായിരുന്നു ഖുർആനുമായുള്ള സഖാഫിയുടെ ബന്ധം. ഇതുപോലെയുള്ള പണ്ഡിതന്മാരാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാരുടെ നഷ്ടം ലോകത്തിൻ്റെ നഷ്ടമാണെന്നുള്ളതാണ്. ഖുർആൻ ഓതണമെന്നും അതിനെ പഠിക്കണമെന്നും നിരന്തരം വയലു പറയാറുള്ള മസ്ഊദ് സഖാഫി ഖുർആനുമായി ബന്ധപ്പെട്ട് വരുന്നതിനിടെയാണ് മരണമെങ്കിൽ നമ്മുടെ ജീവിതം മുതലായി എന്ന് പ്രസംഗിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഖുർആൻ ക്ലാസ് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ഒരു മരണമുണ്ടായത്. ഒരു പ്രസംഗം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴായിരുന്നു ആ സംഭവം. അതേപോലെ കാസർഗോഡ് ബിർമിനുടുക്ക ബദർ ജുമാ മസ്ജിദ് അങ്കണത്തിൽ ഇന്ന് നടക്കേണ്ട ഒരു പരിപാടിയിൽ മസ്ഊദ് സഖാഫിക്ക് സംസാരിക്കാനുണ്ടായിരുന്നു. അങ്ങനെ വേദിയിൽ നിന്ന് വേദിയിലേക്ക് വയലുമായിട്ട് സഞ്ചരിക്കുന്ന ഒരു ഖുർആൻ പണ്ഡിതനായിരുന്നു അദ്ദേഹം. ആ ഖുർആൻ വ്യാഖ്യാനങ്ങൾ അതിമനോഹരമായിട്ട് അവതരിപ്പിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഖുർആൻ പഠിപ്പിച്ചിട്ട് മരണപ്പെടുന്ന ഒരു പണ്ഡിതനായിട്ട് അദ്ദേഹം മാറി. അദ്ദേഹത്തിൻ്റെ നാട്ടിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ഉറവമ്പ്രം ഹിഫ്ളുൽ ഖുർആൻ കോളേജിൽ നിന്നാണ് ഖുർആൻ മനപ്പാഠം. വടല്ലൂരിന് സമീപം പെരിയോരശാല 3-ാം തൊടിക അബ്ദുൽ കരീമിൻ്റെ മകനാണ്. 41 വയസ്സാണ് ഈ ഉസ്താദിൻ്റെ പ്രായം. ഹാഫിദ് മസ്ഊദ് സഖാഫിക്ക് ഭാര്യയുടെ പേര് റമീസ എന്നാണ്. ഗൂഡല്ലൂർ തന്നെയാണ് അവരുടെ വീടും. മക്കൾ ഒരാൾ അബ്ദുല്ല വൈസ്, അതേപോലെ അബ്ദുല്ല ലബീബ്, ഫാത്തിമ ദിഷ്ന, ഇങ്ങനെ 3 മക്കളാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇന്ന് മണിക്കൂറുകൾക്ക് മുൻപാണ് അദ്ദേഹത്തിൻ്റെ മയ്യത്ത് ഖബറടക്കിയത്. പുളിയക്കോട് മേൽമുറി സുന്നി സെൻറ്റർ മസ്ജിദിലാണ്. ഒരുപാട് പണ്ഡിതന്മാരാണ് അദ്ദേഹത്തിൻ്റെ ഖബറടക്കൽ ചടങ്ങിനും പ്രാർത്ഥനയ്ക്കും വേണ്ടി എത്തിയിട്ടുള്ളത്. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗത്തിൽ
ഉന്നതമായ പദവി കൊടുത്ത് അള്ളാഹു അലങ്കരിക്കട്ടെ. اللهم اجعلنا وإياه من أهل الجنة ولا تجعلنا ولا إياه من أهل النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم احفظنا وأهلنا وعيالنا وإخواننا وسائر المسلمين من الآفات واللاهات والأمراض المعدية المهلكة. ربنا عليك توكلنا وإليك أنبنا وإليك المصير. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.